Hallelujah, hallelujah, hallelujah. Praise be to God, praise be to God. Hallelujah. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Glory to God, 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 glory to God. Hallelujah. യേശുവേ പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ വിശുദ്ധ പകൽക്കാലം ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിനെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഒരുക്കി തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. 2020 കർത്താവ് ഞങ്ങൾക്ക് നല്ലവനായിരുന്നു, ഞങ്ങളുടെ ആവശ്യങ്ങളിൽ മതിയായവനായിരുന്നു, ഞങ്ങളെ പരിപാലിച്ചു നടത്തിയ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. 2021 അങ്ങ് ഞങ്ങളെ നടത്തുവാൻ വിശ്വസ്തനായിരിക്കയാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, ഈ പകലിൽ അല്പസമയങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ സ്തുതികളും ആരാധനകളും ഹൃദയം നിറഞ്ഞ നന്ദിയുടെ സ്വരങ്ങളുമായി ഞങ്ങൾ അടുത്തു വരുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണം, ഈ ആരാധന അനുഗ്രഹിക്കണം, ഞങ്ങളോടൊപ്പമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാം അനുഗ്രഹിക്കണം. വലിയൊരാത്മപകർച്ചയിലേക്ക് ഞങ്ങളെ നടത്തണം. കർത്താവിൻ്റെ കരങ്ങളിൽ അടിയങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഒരു വിശുദ്ധ പകൽ കൂടെ ദൈവത്തെ ആരാധിപ്പാൻ, പ്രത്യേകാൽ 2021 ആരംഭ ഞായറാഴ്ചയിൽ കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിനെ ആരാധിപ്പാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത കൃപകളോർത്ത്, വിശ്വസ്തതകളോർത്ത് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, നന്ദിയോടെ കർത്താവിനെ വാഴ്ത്തുന്നു. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ എത്ര നല്ലവൻ. 2020 കർത്താവ് നല്ലവനായിരുന്നില്ലേ? പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും തളരാതെ നിർത്തിയ ദൈവകൃപയ്ക്കായി നമുക്ക് നന്ദി പറയാം. 2021 കർത്താവ് നമ്മെ നടത്തുവാൻ, മാറാത്ത സ്നേഹിതൻ നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ നടത്തുവാൻ കർത്താവ് വിശ്വസ്തനാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഞായറാഴ്ച പകലിൽ അല്പസമയങ്ങൾ കർത്താവിന് നന്ദി പറയുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിൻ്റെ അതുല്യ സ്നേഹത്തെ പാടുവാൻ നമുക്ക് ഈ പകൽക്കാലം വിനിയോഗിക്കാം. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ സ്തുതിക്കാം, കർത്താവിനെ മഹത്വപ്പെടുത്താം. 2021 നമ്മുടെ ജീവിതത്തിൽ പർവ്വതമായ സമപ്രശ്നങ്ങൾ വരുമ്പോൾ, നിർവാഹമില്ലാതെ അലയുമ്പോൾ, അതിൻ്റെ മധ്യത്തിൽ നിർമ്മാണ പദ്ധതി തന്നിൽ അവൻ എന്നെ നടത്തി കർമ്മയോഗിയാക്കുന്നെന്നെ അനുദിനവും. ഓരോ ദിവസവും നമ്മെ വഴി നടത്തുന്ന ദൈവത്തിൻ്റെ കൃപകളോർത്ത്, ദൈവത്തിൻ്റെ വിശ്വസ്തതയോർത്ത് നമുക്ക് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. പാടും ഞാൻ യേശുവിൻ അതുല്യ സ്നേഹത്തെ, പാരിൽ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ. ആ പാട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാം, കർത്താവിനെ ആരാധിക്കാം. പാടും ഞാൻ യേശുവിൻ അതുല്യ സ്നേഹത്തെ, പാരിൽ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ. പാടും ഞാൻ യേശുവിൻ അതുല്യ സ്നേഹത്തെ, പാരിൽ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ. പാവനമാം ചട്ടമെന്റെ കീർത്തനങ്ങളത്രേ, നാൾ തോറും അവകളെ ധ്യാനിക്കുന്നു. പാവനമാം ചട്ടമെന്റെ കീർത്തനങ്ങളത്രേ, നാൾ തോറും അവകളെ ധ്യാനിക്കുന്നു. യേശുവൻ പ്രിയൻ, ക്രിസ്തേശുവൻ പ്രിയൻ, യേശുവെ പോൽ വേറെ പ്രിയനില്ലായേ. യേശുവൻ പ്രിയൻ, ക്രിസ്തേശുവൻ പ്രിയൻ, യേശുവെ പോൽ വേറെ പ്രിയനില്ലായേ. പർവ്വതമാം സമപ്രശ്നങ്ങളാലെ നിർവാഹമില്ലാതെ ഞാൻ അലയുമ്പോൾ, പർവ്വതമാം സമപ്രശ്നങ്ങളാലെ നിർവാഹമില്ലാതെ ഞാൻ അലയുമ്പോൾ,
നിർമ്മാണ പദ്ധതി തന്നിൽ അവൻ എന്നെ നടത്തി കർമ്മയോഗിയാക്കുന്നെന്നെ അനുദിനവും. നിർമ്മാണ പദ്ധതി തന്നിൽ അവൻ എന്നെ നടത്തി കർമ്മയോഗിയാക്കുന്നെന്നെ അനുദിനവും. യേശുവൻ പ്രിയൻ, ക്രിസ്തേശുവൻ പ്രിയൻ, യേശുവെ പോൽ വേറെ പ്രിയനില്ലായേ. യേശുവൻ പ്രിയൻ, ക്രിസ്തേശുവൻ പ്രിയൻ, യേശുവെ പോൽ വേറെ പ്രിയനില്ലായേ. കണ്ണുനീർ വഴിത്താരെ ഞാൻ നടന്നാലും എണ്ണപ്പെട്ടോരാരും കൂട്ടില്ലെന്നാലും. കണ്ണുനീർ വഴിത്താരെ ഞാൻ നടന്നാലും എണ്ണപ്പെട്ടോരാരും കൂട്ടില്ലെന്നാലും. എന്തിനു എന്നുള്ളം വൃഥ കലങ്ങുന്നു അണുവും, എന്നെ സ്നേഹിക്കുന്ന യേശു ബലഹീനനോ. എന്തിന് എന്നുള്ളം വൃഥ കലങ്ങുന്നു അണുവും, എന്നെ സ്നേഹിക്കുന്ന യേശു ബലഹീനനോ. യേശുവൻ പ്രിയൻ, ക്രിസ്തേശുവൻ പ്രിയൻ, യേശുവെ പോൽ വേറെ പ്രിയനില്ലായേ. യേശുവൻ പ്രിയൻ, ക്രിസ്തേശുവൻ പ്രിയൻ, യേശുവെ പോൽ വേറെ പ്രിയനില്ലായേ. കഷ്ടതയാകുന്ന കഠിന ശോധനയിൽ നഷ്ടപ്പെടാതെന്റെ വിശ്വാസം കാപ്പാൻ. കഷ്ടതയാകുന്ന കഠിന ശോധനയിൽ നഷ്ടപ്പെടാതെന്റെ വിശ്വാസം കാപ്പാൻ. വിശ്വാസത്തിൻ നായകനും പൂർത്തിമാനുമായ യേശുവെ മാത്രം ഞാൻ നോക്കിയിടുമേ. വിശ്വാസത്തിൻ നായകനും പൂർത്തിമാനുമായ യേശുവെ മാത്രം ഞാൻ നോക്കിയിടുമേ. യേശുവൻ പ്രിയൻ, ക്രിസ്തേശുവൻ പ്രിയൻ, യേശുവെ പോൽ വേറെ പ്രിയനില്ലായേ. യേശുവൻ പ്രിയൻ, ക്രിസ്തേശുവൻ പ്രിയൻ, യേശുവെ പോൽ വേറെ പ്രിയനില്ലായേ. മണ്ണാമൻ കൂടാരം അഴിഞ്ഞിടുമെന്നോ, എൻ പ്രിയൻ വരവു സമീപമായെന്നോ. മണ്ണാമൻ കൂടാരം അഴിഞ്ഞിടുമെന്നോ, എൻ പ്രിയൻ വരവു സമീപമായെന്നോ. എനിക്കെന്റെ ഇമ്പ വീട്ടിൽ പോയാൽ മതി. എന്തിനു ഞാൻ ഒരുങ്ങുന്നു കൃപയാൽ നാൾ തോറും, എനിക്കെന്റെ ഇമ്പ വീട്ടിൽ പോയാൽ മതി. യേശുവൻ പ്രിയൻ, ക്രിസ്തേശുവൻ പ്രിയൻ, യേശുവെ പോൽ വേറെ പ്രിയനില്ലായേ. യേശുവൻ പ്രിയൻ, ക്രിസ്തേശുവൻ പ്രിയൻ, യേശുവെ പോൽ വേറെ പർവ്വതമാംസമം പർവ്വതമാംസമം പ്രശ്നങ്ങളാലേ നിർവാഹമില്ലാതെ ഞാൻ അലയും. പർവ്വതമാംസമം പ്രശ്നങ്ങളാലേ നിർവാഹമില്ലാതെ ഞാൻ അലയുമ്പോൾ, നിർമ്മാണ പദ്ധതി തന്നിൽ അവൻ എന്നെ നടത്തി കർമ്മയോഗിയാക്കുന്നെന്നെ അനുദിനവും. നിർമ്മാണ പദ്ധതി തന്നിൽ അവൻ എന്നെ നടത്തി കർമ്മയോഗിയാക്കുന്നെന്നെ അനുദിനവും. യേശുവൻ പ്രിയൻ, ക്രിസ്തേശുവൻ പ്രിയൻ, യേശുവെ പോൽ വേറെ പ്രിയനില്ലായേ. യേശുവൻ പ്രിയൻ, ക്രിസ്തേശുവൻ പ്രിയൻ, യേശുവെ പോൽ പാടും ഞാൻ യേശുവൻ, പാടും ഞാൻ യേശുവിനതുല്യ സ്നേഹത്തെ. ആരിൽ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ പാടും ഞാൻ യേശുവിനതുല്യ സ്നേഹത്തെ.
ആരിൽ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ പാവനമാം ചട്ടമെന്റെ കീർത്തനങ്ങളത്രേ നാൾതോറും അവകളെ ധ്യാനിക്കുന്നു. പാവനമാം ചട്ടമെന്റെ കീർത്തനങ്ങളത്രേ നാൾതോറും അവകളെ ധ്യാനിക്കുന്നു. യേശുവൻ പ്രിയൻ, ക്രിസ്തേശുവൻ പ്രിയൻ, യേശുവെ പോൽ വേറെ പ്രിയനില്ലായേ. ആമേൻ. യേശുവൻ പ്രിയൻ, ക്രിസ്തേശുവൻ പ്രിയൻ, യേശുവെ പോൽ വേറെ. കണ്ണുനീർ വഴിത്താരെ ഞാൻ നടന്നാലും, കണ്ണുനീർ വഴിത്താരെ ഞാൻ നടന്നാലും, എണ്ണപ്പെട്ടോരാരും കൂട്ടില്ലെന്നാലും, കണ്ണുനീർ വഴിത്താരെ ഞാൻ നടന്നാലും, എണ്ണപ്പെട്ടോരാരും കൂട്ടില്ലെന്നാലും, എന്തിന് എന്നുള്ളം വൃഥ കലങ്ങുന്നു വണ്ണുവും, എന്നെ സ്നേഹിക്കുന്ന യേശു ബലഹീനനോ. എന്തിനു എന്നുള്ളം വൃഥ കലങ്ങുന്നു വണ്ണുവും, എന്നെ സ്നേഹിക്കുന്ന യേശു ബലഹീനനോ. യേശുവൻ പ്രിയൻ, ക്രിസ്തേശുവൻ പ്രിയൻ, യേശുവെ പോൽ വേറെ പ്രിയനില്ലായേ. യേശുവൻ പ്രിയൻ, ക്രിസ്തേശുവൻ പ്രിയൻ, മണ്ണാമൻ കൂടാരം അഴിഞ്ഞു പോയിടുന്നു. മണ്ണാമൻ കൂടാരം അഴിഞ്ഞിടുമെന്നോ, എൻ പ്രിയൻ വരവു സമീപമായെന്നോ. മണ്ണാമൻ കൂടാരം അഴിഞ്ഞിടുമെന്നോ, എൻ പ്രിയൻ വരവു സമീപമായെന്നോ. എന്തിനു ഞാൻ ഒരുങ്ങുന്നു കൃപയാൽ ഞാൻ തോറും, എനിക്കെന്റെ ഇമ്പ വീട്ടിൽ പോയാൽ മതി. ഏതിനും ഞാൻ ഒരുങ്ങുന്നു കൃപയാൽ ഞാൻ തോറും, എനിക്കെന്റെ ഇമ്പ വീട്ടിൽ പോയാൽ മതി. യേശുവൻ പ്രിയൻ, ആമേൻ, ഹല്ലേലൂയ. യേശുവൻ പ്രിയൻ, ക്രിസ്തേശുവൻ പ്രിയൻ, യേശുവെ പോൽ വേറെ പ്രിയനില്ലായേ. യേശുവൻ പ്രിയൻ, ക്രിസ്തേശുവൻ പ്രിയൻ, യേശുവെ പോൽ വേറെ. ഹല്ലേലൂയ. യേശുവൻ പ്രിയൻ, ക്രിസ്തേശുവൻ പ്രിയൻ, യേശുവെ പോൽ വേറെ. ആമേൻ. യേശുവൻ പ്രിയൻ, ക്രിസ്തേശുവൻ പ്രിയൻ, യേശുവെ പോൽ വേറെ പ്രിയനില്ലായേ. യേശുവൻ പ്രിയൻ, ക്രിസ്തേശുവൻ പ്രിയൻ, യേശുവെ പോൽ വേറെ പ്രിയൻ. ആമേൻ. യേശുവൻ പ്രിയൻ, ക്രിസ്തേശുവൻ പ്രിയൻ, യേശുവെ പോൽ വേറെ. ഹല്ലേലൂയ. യേശുവൻ പ്രിയൻ, ക്രിസ്തേശുവൻ. ഹൃദയത്തിന്റെ ആഴത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനോട് പറയാം, അങ്ങന്റെ പ്രിയൻ യേശുവൻ പ്രിയ, അങ്ങന്റെ പ്രിയൻ, അങ്ങന്റെ പ്രിയൻ, അങ്ങേ പോലെ മറ്റൊരു പ്രിയൻ എനിക്കില്ല. യേശുവൻ പ്രിയൻ. ഹൃദയത്തിന്റെ ആഴത്തിൽ പുതുവർഷത്തിന്റെ ആരംഭത്തിൽ പാടും ഞാൻ യേശുവിൻ അതുല്യ സ്നേഹത്തെ, ആരിൽ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ പാടും ഞാൻ യേശുവിൻ അതുല്യ സ്നേഹത്തെ, ആരിൽ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ പാവനമാം ചട്ടമെന്റെ കീർത്തനങ്ങളത്രേ നാൾതോറും അവകളെ ധ്യാനിക്കുമേ. പാവനമാം ചട്ടമെന്റെ കീർത്തനങ്ങളത്രേ നാൾതോറും അവകളെ ധ്യാനിക്കുമേ. ഹല്ലേലൂയ. യേശുവെ പോൽ വേറെ
വേറൊരു പ്രിയനില്ലായേ. യേശുവൻ പ്രിയൻ, ക്രിസ്തേശുവൻ പ്രിയൻ, യേശുവെ പോൽ വേറെ പ്രിയനില്ലായേ. 2021 ആരംഭ ദിവസങ്ങളിൽ പ്രിയരെ എത്ര പേർക്ക് ഇന്ന് പകലിൽ ആത്മാർത്ഥതയോടെ പറയാനായിട്ട് കഴിയും? ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും, ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും യേശു കർത്താവിനോട് നമുക്ക് പറയാം, യേശു കർത്താവേ, അങ്ങെൻ്റെ പ്രിയൻ, ക്രിസ്തുവേശുവൻ്റെ പ്രിയൻ, യേശുവെ പോൽ വേറൊരു പ്രിയനില്ല. എനിക്ക് ആശ്രയിപ്പാൻ ഉറവിടം, എനിക്ക് അഭയം, എനിക്ക് കോട്ട, എനിക്ക് സങ്കേതം എൻ്റെ യേശു മാത്രം. ഹല്ലേലൂയ. 2020 എത്ര അത്ഭുതകരമായി, ശ്രേഷ്ഠമായി കർത്താവ് നമ്മെ നടത്തിയില്ലേ? ദൈവത്തിൻ്റെ കൃപകൾ എത്ര വലുതാ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആ കർത്താവിനെ സ്തുതിക്കാം, നമുക്ക് ആ കർത്താവിനെ വാഴ്ത്താം, നമുക്ക് ആ കർത്താവിനെ ആരാധിക്കാം. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം കരുതിയ നാഥ, ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല. എന്നും കരുതലിൽ വഹിച്ചവനേ, നന്ദിയല്ലാതില്ലൊന്നുമില്ല. എന്നും കരുതലിൽ വഹിച്ചവനേ, ബഹുദൂരം മുന്നോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി. ബഹുദൂരം മുന്നോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി. തളർന്നോരു നേരത്തിലെല്ലാം തവ കരങ്ങൾ ആശ്വാസമായി. തളർന്നോരോ നേരത്തിലെല്ലാം തവ കരങ്ങൾ ആശ്വാസമായി. അനുഭവത്തോടെ വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല. എന്നും കരുതലിൽ വഹിച്ചവനേ, നന്ദിയല്ലാതില്ലൊന്നുമില്ല.
എന്നും കരുതലിൽ വഹിച്ചവനേ. ഓടി മറയും നാളുകളെല്ലാം ഓർപ്പിക്കുന്നു നിൻ കാരുണ്യം. ഓടി മറയും നാളുകളെല്ലാം ഓർപ്പിക്കുന്നു നിൻ കാരുണ്യം. ഓരോ ജീവിത നിമിഷങ്ങളെല്ലാം ഓതിടുന്നു തവ സാന്നിധ്യം. ഓരോ ജീവിത നിമിഷങ്ങളെല്ലാം ഓതിടുന്നു തവ സാന്നിധ്യം. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഹല്ലേലൂയ. ഓ നന്ദിയല്ലാതില്ലൊന്നുമില്ല, എന്നും കരുതലിൽ വഹിച്ചവനേ. നന്ദിയല്ലാതില്ലൊന്നുമില്ല, എന്നും കരുതലിൽ വഹിച്ചവനേ. മനോവ്യതകൾ നീ എന്നും കണ്ടു, മനസ്സലിഞ്ഞു ദയ കാട്ടി നീ. മനോവ്യതകൾ നീ എന്നും കണ്ടു, മനസ്സലിഞ്ഞു ദയ കാട്ടി നീ. ഇരുളേറും പാതയിലെല്ലാം ഇതുവരെയും താങ്ങിയല്ലോ. ഇരുളേറും പാതയിലെല്ലാം ഇതുവരെയും താങ്ങി. നമുക്കൊരുമിച്ച് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പാടുവാൻ കഴിയുമോ? വന്ന വഴികളിലേക്ക് ഒന്നോർത്തുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഇന്നയോളം കർത്താവ് നമ്മെ നടത്തിയില്ലേ? ഇന്നയോളം നമ്മെ പുലർത്തിയില്ലേ? വന്ന വഴികളിലേക്ക് നമ്മുടെ കണ്ണുകളൊന്ന് കണ്ണോടിക്കാം. എത്ര അത്ഭുതകരമായി കർത്താവ് നമ്മെ നടത്തി, എത്ര വിശ്വസ്തയോടെ കർത്താവ് നമ്മെ നടത്തി. അത്ഭുതകരമായ നിലയിൽ എന്നും കരുതലിൽ ഹല്ലേലൂയ. നന്ദിയല്ലാതില്ലൊന്നുമില്ല, കരുതലിൽ വഹിച്ചവനേ. ബഹുദൂരം മുന്നോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി. എത്ര പേർക്ക് പറയാനായിട്ട് കഴിയും? ബഹുദൂരം മുന്നോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി. തളർന്നോരോ നേരത്തിലെല്ലാം തവ കരങ്ങൾ ആശ്വാസമായി. തളർന്നോരോ നേരത്തിലെല്ലാം തവ കരങ്ങൾ ആശ്വാസമായി.
വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല, എന്നും കരുതലിൽ വഹിച്ചവനേ. നന്ദിയല്ലാതില്ലൊന്നുമില്ല, എന്നും കരുതലിൽ വഹിച്ചവനേ. വന്ന വഴികളിലേക്ക് നമുക്ക് ഒരു നിമിഷം പ്രിയരെ തിരിഞ്ഞു നോക്കാം. മനോവ്യതകൾ കണ്ട കർത്താവ്, മനസ്സലിഞ്ഞ ദൈവം, മാറയെ മധുരമാക്കി തന്ന കർത്താവ്, എത്ര 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 വർണ്ണിക്കണം, എത്ര കർത്താവിനെ സ്തുതിക്കണം. 2020 കണ്ട എത്രയോ പേർക്ക് 2021 കാണാൻ കഴിയാതെ ഈ ഭൂമിയിൽ നിന്നും അവർ മാറ്റപ്പെട്ടു. അവരെക്കാൾ പ്രത്യേകതയൊന്നുമുള്ളവരല്ല നാം. ദൈവത്തിൻ്റെ കൃപ, കർത്താവിന് നമ്മളോട് മനസ്സലിവ് തോന്നി. എത്ര പേർക്ക് ഇന്ന് പകലിൽ ഈ ലൈവിൽ ഞങ്ങളോടൊപ്പം ചേർന്ന് കർത്താവിന് നന്ദി പറയാനായിട്ടിടയായിത്തീരും. ഇത് സ്തുതിയുടെ സമയമാണ്, സ്തോത്രത്തിൻ്റെ സമയമാണ്, ആരാധനയുടെ സമയമാണ്. ഹൃദയം പകർന്ന് കർത്താവിനെ സ്തുതിക്കുവാനുള്ള സമയമാണ്. ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് പകരാം. എണ്ണമില്ല നന്മകളെന്നിൽ ചൊരിയും വന്ദയെ ഓർക്കുമ്പോൾ നന്ദിയല്ലാതൊന്നുമില്ലപ്പാ, എന്റെ നാവാൽ ചൊല്ലിടുവാനാ. സ്തോത്രമല്ലാതൊന്നുമില്ല, എന്റെ നാവാൽ ചൊല്ലി. ഒരിക്കൽ കൂടെ, എണ്ണമില്ല നന്മകൾ, എണ്ണമില്ല നന്മകളെന്നിൽ ചൊരിയും വന്ദയെ ഓർക്കുമ്പോൾ നന്ദിയല്ലാതൊന്നുമില്ലപ്പാ, എന്റെ നാവാൽ ചൊല്ലിടുവാനാ. സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ, എന്റെ നാവാൽ ചൊല്ലിടുവാനാ. നിത്യസ്നേഹം ഓർക്കുമ്പോൾ, വൻകൃപകൾ ഓർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ, ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. നിത്യസ്നേഹമോർക്കുമ്പോൾ, വൻകൃപകൾ ഓർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ, ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ, 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 യേശുവേ. സാധുവാകും എന്നെ സ്നേഹിച്ചു, സ്വന്ത ജീവൻ തന്ന സ്നേഹമേ, നന്ദിയല്ലാതൊന്നുമില്ലപ്പാ, എന്റെ നാവാൽ ചൊല്ലിടുവാനാ. സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ, എന്റെ നാവാൽ ചൊല്ലി. സാധുവാകും എന്നെ സ്നേഹിച്ചു, സാധുവാകും എന്നെ സ്നേഹിച്ചു,
ജീവൻ തന്ന സ്നേഹമേ, നന്ദിയല്ലതൊന്നുമില്ലപ്പാ. എന്റെ നാമം ചൊല്ലിടുവാനാ സ്തോത്രമല്ലതൊന്നുമില്ലപ്പാ. എന്റെ നാമം ചൊല്ലിടുവാനാ നിത്യസ്നേഹമോർക്കുമ്പോൾ, കൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ, ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. നിത്യസ്നേഹമോർക്കുമ്പോൾ, കൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ, ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. എന്റെ യേശുവേ, 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 യേശുവേ. കൽവരിയിൽ സ്നേഹമോർക്കുമ്പോൾ കൺകൾ നിറയുന്നെന്റെ പ്രിയനേ, നന്ദിയല്ലതൊന്നുമില്ലപ്പാ. എന്റെ നാമം ചൊല്ലിടുവാനാ സ്തോത്രമല്ലതൊന്നുമില്ലപ്പാ. എന്റെ നാമം ചൊല്ലിടുവാനാ. കൽവറിയിൽ സ്നേഹം, കൽവറിയിൽ സ്നേഹമോർക്കുമ്പോൾ കൺകൾ നിറയുന്നെന്റെ പ്രിയനേ, നന്ദിയല്ലതൊന്നുമില്ലപ്പാ. എന്റെ നാമം ചൊല്ലിടുവാനാ സ്തോത്രമല്ലതൊന്നുമില്ലപ്പാ. എന്റെ നാമം ചൊല്ലിടുവാനാ നിത്യസ്നേഹമോർക്കുമ്പോൾ, വൻകൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ, ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. നിത്യസ്നേഹം, നിത്യസ്നേഹമോർക്കുമ്പോൾ, വൻകൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ, ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ, 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 യേശുവേ. You deserve the glory and the honor. Lord, we lift our hearts in worship as we lift your holy name. Deserve the glory and the honor. Lord, we lift your hearts in worship as we lift your holy name. Oh, you are great. You do miracles so great. There is no one else like you. There is no one else like you. For you are great. You do miracles so great. There is no one else like you. There is no one else like you. മഹിമയുമക്ക
துதியும் உமக்கு எந்த கரங்களே உயர்த்தி உம்மை என்றும் ஆராதிப்பேன். மகிமை ஓ துதியும் உமக்கு எந்த கரங்களே உயர்த்தி உம்மை என்றும் ஆராதிப்போம். பெரியவர் அற்புதங்கள் செய்யுന്നവർ உம்மை போல யாரும் இல்லை. உம்மை போல யாரும் இல்லை. நீ பெரியவர் அற்புதங்கள் செய்யுന്നവർ உம்மை போல யாரும் இல்லை. உம்மை போல யாரும் இல்லை. വരുന്നു നിൻ സന്നിധിയിൽ ഹൃദയമോടെ ഇനി അങ്ങേ ആരാധിക്കും. വരുന്നു നാഥ പൂർണ്ണ ഹൃദയമോടെ ഇനി അങ്ങേ ആരാധിക്കും. യേശു വലിയവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ അങ്ങേ പോലെ ആരുമില്ല. അങ്ങേ പോലെ ആരുമില്ല. യേശു വലിയവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ അങ്ങേ പോലെ ആരുമില്ല. അങ്ങേ പോലെ ആരുമില്ല. 2021 ആരംഭ ഞായറാഴ്ചയിൽ പ്രിയരെ, നിങ്ങളുടെ അവസ്ഥകൾ ഞങ്ങൾക്കറിയത്തില്ല. നിങ്ങൾ ഏത് സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെന്ന് ഞങ്ങൾക്കറിയത്തില്ല. ഏത് പ്രതികൂലങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നില്ല. പക്ഷെ ഒന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയും, അവൻ അത്ഭുത മന്ത്രിയാണ്. അവൻ വീരനാം ദൈവമാണ്. അവൻ നിത്യപിതാവാണ്. അവൻ സമാധാന പ്രഭുവാണ്. ഭാരത്തോടിരിക്കുന്ന, വിഷമത്തോടിരിക്കുന്ന ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടോ? ഈ ആരംഭ ഞായറാഴ്ചയിലൊന്ന് വിശ്വസിക്കുവാൻ കഴിയുമോ? യേശു വലിയവനാണെന്നും അവൻ അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിവുള്ളവനാണെന്നും നമുക്കൊന്ന് വിശ്വസിക്കുവാൻ കഴിയുമോ? കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ മതിയായവൻ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയ്ക്കാം. സഹോദരി ബിൻസി ഇപ്പോൾ പ്രാർത്ഥന ലീഡ് ചെയ്യുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഇപ്രകാരം ലൈവിൽ കൂടെ നമ്മുടെ ദൈവമായ കർത്താവിനെ ആരാധിപ്പാനും സ്തുതിപ്പാനും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് 2021 ആദ്യത്തെ ഞായറാഴ്ചയാണെന്ന് ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും തന്ന് ഈ ഭൂമിയിൽ നമ്മെ ശേഷിപ്പിച്ചു. ജയോത്സവമായി നമ്മളെ നടത്തി. വചനം പറയുന്നത് പോലെ അവൻ കൈമിടുക്കോടെ തൻ്റെ ജനത്തെ നടത്തിയെന്നാണ്. ഹല്ലേലൂയ. കൈമിടുക്കോടെ നമ്മളെ ഓരോരുത്തരെയും നടത്തിക്കൊണ്ട് വന്ന ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും സംഭവ ബഹുലമായി ഇങ്ങനെ ഒരു വർഷം നമ്മളെ വിട്ട് കടന്നുപോയി അല്ലേ. നമ്മളൊക്കെ ഒരുപാട് ഭീതിയിൽ, ഇന്നും ജനം എല്ലാം ഭീതിയിലാണ്. മരണഭീതിയാണ് ജനത്തിന്. പുറത്തോട്ടൊന്ന് ഇറങ്ങാൻ പേടി, ആരോടെങ്കിലും സംസാരിക്കാൻ പേടി, ഒരു കൈ കൊടുക്കാൻ പേടി, ഒരു സ്നേഹചുംബനം കൊടുക്കാൻ പേടി, ഒന്ന് കെട്ടിപ്പിടിക്കാൻ പേടി എന്ന് വേണ്ട പേടിയാണ് മൊത്തം.
നമ്മൾ അപ്രകാരമായി പോയി നമ്മുടെ ലോകം. എങ്കിലും ആ ഒരു 2020 മുഴുവൻ സ്വർഗത്തിലെ ദൈവം നമ്മെ പരിപാലിച്ചു, നമ്മെ സൂക്ഷിച്ചു. ഇതിൻ്റെ എല്ലാ മധ്യത്തിൽ കർത്താവ് നമ്മളെ അതിശയകരമായി നടത്തി. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുക. എത്ര സ്തുതിച്ചാലും അതിവരാത്ത വണ്ണം. ഞങ്ങൾ കഴിഞ്ഞ അണ്ടർ ദി മീറ്റിങ്ങിനൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ പലയിടങ്ങളിൽ കടന്നു പോയപ്പോൾ പലരോടും ഞങ്ങൾ സംസാരിച്ചപ്പോഴും അവരൊക്കെ ടെസ്റ്റ് മണി, ചർച്ചിലൊക്കെ ടെസ്റ്റ് മണി പറയുമ്പോഴൊക്കെ തൻ്റെ ജനത്തിന്, ദൈവത്തിൻ്റെ ജനത്തിന് പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ്. പ്രശ്നങ്ങളുണ്ടായിരുന്നു, പ്രതിസന്ധികളുണ്ടായിരുന്നു, ഞെരുക്കങ്ങളുണ്ടായിരുന്നു, ഇല്ലായ്മകളുണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാം പറയുന്നത് ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ ഇതിൻ്റെ എല്ലാം നടുവിലും അവർ പറയുന്നത് കഴിഞ്ഞ നാളുകളേക്കാൾ അധികമായി ദൈവം ഞങ്ങളെ നടത്തിയെന്നാണ്. പ്രൈസ് ദി ലോർഡ്. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ക്ഷാമകാലത്തും വേദനയുടെ കാലത്തുമൊക്കെ ദൈവത്തിൻ്റെ കരുതലിൻ്റെ കരം ഒരുപാട് അനുഭവിച്ചറിയുവാൻ ദൈവം നമ്മെ എല്ലാവരെയും നടത്തി. എത്ര സ്തുതിച്ചാലും നമുക്ക് മതി വരികയില്ലല്ലോ. 2021 പ്രവേശിപ്പാൻ ദൈവം കൃപ നൽകി. 2021 നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വർഷമായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പടി കൂടെ ദൈവത്തോട് അടുത്ത് ജീവിക്കുന്ന, കഴിഞ്ഞ നാളുകളിലേക്കാളേറെ കർത്താവ് ആഗ്രഹിക്കുന്ന വിധം കർത്താവിനോട് അടുത്ത് ജീവിക്കുവാൻ, അനേകരെ സ്നേഹിക്കുവാൻ, അനേകരെ കരുതുവാൻ, ക്ഷമിക്കുവാൻ, ഹൃദയത്തിൽ നിന്ന് കയ്പും വിദ്വേഷവും എല്ലാം ഒരു മലവെള്ളപ്പാച്ചിൽ വന്ന് അടിച്ചു പോകുന്നത് പോലെ ഹൃദയത്തിനകത്ത് കെട്ടിക്കിടക്കുന്ന എല്ലാ വിദ്വേഷവും കയ്പും വേദനകളും എല്ലാം അങ്ങ് ഒഴുകിപ്പോകട്ടെ. എല്ലാം അങ്ങ് പോയി പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ നമ്മുടെ ദൈവത്തെ ആരാധിക്കേണ്ടതിന്, നമുക്ക് ദൈവം കൃപ തരേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകൃപയില്ലാതെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. നമ്മൾ എത്ര പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും, എത്ര വിശ്വാസികളായാലും, എങ്ങനെയുള്ളവരാണേലും, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ക്ഷമിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ പാടുള്ള കാര്യമാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനകളും നമ്മളെ വേദനിപ്പിച്ചവരെ, നമ്മളെ നിന്ദിച്ചവരെ, നമ്മളെ പുച്ഛിച്ചവരെ ഒക്കെ എല്ലാം മറന്നുകൊണ്ട് ഈ 2021 ആദ്യത്തെ ഞായറാഴ്ച തന്നെ നമുക്കൊരു തീരുമാനമെടുക്കാം. അതെല്ലാം അങ്ങ് ഒഴുകിപ്പോകട്ടെ. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ഇടത്ത് ചെന്നപ്പോൾ വളരെ വേദന തോന്നി. ചെറിയ കാര്യങ്ങൾക്ക് പോലും, ഈ നഴ്സറി കുട്ടികൾ പോലും പിണങ്ങിയിരിക്കത്തില്ല. അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്ക് പോലും ചില പ്രിയപ്പെട്ടവർ പിണങ്ങിയിട്ട്, ദൈവമക്കളെന്ന് അവകാശപ്പെടുന്നവർ പിണങ്ങിയിട്ട്, ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല, എന്ത് സംഭവിച്ചാലും ഞാൻ ക്ഷമിക്കില്ല എന്ന് ഒരു വ്യക്തി പറഞ്ഞെന്ന് ഞങ്ങൾ കേട്ടു. അത് കേട്ടപ്പോൾ വളരെ അത്ഭുതം തോന്നി. അങ്ങനെ നമുക്ക് ക്ഷമിക്കാൻ കഴിയില്ലെങ്കിൽ എങ്ങനെ സ്വർഗത്തിലെ ദൈവം നമ്മളോട് ക്ഷമിച്ചു? നിങ്ങളൊന്ന് ഓർത്ത് നോക്കി. ഇന്ന് പാടിയ പാട്ട് നമ്മൾ 2020 എന്നല്ല, നമ്മളൊക്കെ ജനിച്ച അന്ന് തൊട്ടേ ദൈവം നമ്മളെ ഇത്രയും കാലം നടത്തി, അതിശയകരമായി നടത്തി. വേദനയുടെ അനുഭവങ്ങളും വേർപാടിൻ്റെ അനുഭവങ്ങളും നിന്ന ഞെരുക്കം എല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നെങ്കിലോ അതിൻ്റെ എല്ലാ മധ്യത്തിലൊക്കെ ദൈവം നടത്തി. എന്നാൽ നമുക്ക് കിട്ടിയ ഈ ഭൗതിക നന്മകൾ, മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് അല്ല. നമ്മുടെ ലോകത്തിൽ, ഈ ലോകത്ത് വെച്ച് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് യേശു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ആ പാട്ടുകാരൻ ഇങ്ങനെയാണ് പാടുന്നത്: കാൽവറിയിൽ എനിക്ക് വേണ്ടി നീ ചെയ്ത ആ ത്യാഗം, കാൽവറിയിലെ ആ സ്നേഹം, അത് ഓർത്തു കഴിഞ്ഞാൽ എങ്ങനെ എനിക്ക് കർത്താവിനെ സ്തുതിക്കാതിരിക്കുവാൻ കഴിയുമെന്ന്. അപ്പോൾ പാപികളും ദോഷികളുമായിരിക്കെ തന്നെ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും തേടി വന്നു. കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു. ഇന്നും നമ്മൾ ദൈവത്തെ വേദനിപ്പിക്കുന്നില്ലേ? എത്രയോ സാഹചര്യങ്ങളിൽ നമ്മൾ ദൈവ വഴികളിൽ സഞ്ചരിക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞാലും എത്രയോ സാഹചര്യങ്ങളിൽ നമ്മുടെ ഭാഗത്ത് വീഴ്ചകൾ വരുന്നില്ലേ? നമ്മുടെ ഭാഗത്ത് കുറവുകൾ വരുന്നില്ലേ? ഇതൊക്കെ കർത്താവ് കണക്കിട്ടിരുന്നെങ്കിൽ ഞാനോ നിങ്ങളോ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ നമുക്ക് കഴിയുമായിരുന്നില്ല, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എൻ്റെ ഒരു കൊച്ചു ചിന്തയിൽ കൂടെ ഞാൻ പറയുകയാണ്, വീണ്ടും പറയുകയാണ്, ക്ഷമിക്കാനുള്ളൊരു മനസ്സ്, സ്നേഹിക്കാനുള്ളൊരു മനസ്സ്, കരുതുവാനുള്ളൊരു മനസ്സ് കർത്താവിനോട് നമുക്ക് ചോദിക്കാം. ഓരോ ദിവസവും നമുക്ക് ചോദിക്കാം. കാരണം യേശു അതാണ് ചെയ്തത്. യേശു നമ്മളെ സ്നേഹിച്ചതും കരുതിയതും എല്ലാം അത്ര വലിയ നമുക്ക് എത്ര സ്തുതിച്ചാലും മതിവരാത്ത നന്മകളിൽ കൂടെ അവൻ നമ്മളെ നടത്തിയില്ലേ? അതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ആരോടും വാശിയും വൈരാഗ്യവും ദേഷ്യവും ഒന്നും വെച്ചുകൊണ്ടിരിക്കാൻ കഴിയുകയില്ല. കർത്താവിൻ്റെ സ്നേഹം മാത്രം നോക്കുക. ഒരു ചെറിയ വാക്യം മാത്രം വായിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പുറപ്പാട് പുസ്തകം, പുറപ്പാടിൻ്റെ 13-ാം അധ്യായം, അതിൻ്റെ 21 22 വാക്യങ്ങൾ വായിക്കുകയാണ്. അതിന് മുൻപ് 20-ാം വാക്യം തൊട്ട് വായിക്കുകയാണ്.
അവർ സൂക്കോത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ടു മരുഭൂമിക്കരികെ ഏദോമിൽ പാളയമിറങ്ങി. അവർ പകലും Exodus chapter 13 verse 20, 21, 22. ഞാനൊരു പ്രാവശ്യം കൂടെ വായിക്കുന്നു. അവർ സൂക്കോത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ട് മരുഭൂമിക്കരികെ ഏഥാമിൽ പാളയമിറങ്ങി. അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ജനത്തിന്റെ മുമ്പിൽ നിന്ന് മാറിയതുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തൻ്റെ ജനത്തെ എത്ര ശ്രേഷ്ഠമായി നടത്തുന്ന ദൈവം. ഹല്ലേലൂയ. അവർക്ക് യാത്ര ചെയ്യേണ്ടതിന് രാവും പകലും, പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും അവർക്ക് വഴി കാണിക്കേണ്ടതിന് ജനത്തിൻ്റെ മുമ്പായി യഹോവ അവർക്ക് വേണ്ടി അയച്ചുകൊണ്ടിരുന്നു. അത് അവരെ വിട്ടു മാറിയതുമില്ല. അതിൻ്റെ അവസാന ഭാഗം ഇങ്ങനെയാണ് പറയുന്നത്: പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ജനത്തിൻ്റെ മുമ്പിൽ നിന്ന് മാറിയതുമില്ല. ഹല്ലേലൂയ. അവർ ചെന്നെത്തേണ്ടടുത്ത് എത്തുന്നത് വരെ പകൽ മേഘസ്തംഭം അവരെ വഴി നടത്തി, അവർക്ക് തണലായി വഴി നടത്തി. രാത്രി അഗ്നിസ്തംഭം അവർക്ക് വെളിച്ചമായി അവരെ വഴി നടത്തി. ഇന്ന് പകൽക്കാലം എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് അത് മാത്രമാണ്. ഹല്ലേലൂയ. നിൻ്റെ ജീവിതം എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ ഒന്ന് കൊടുക്ക്. നമ്മുടെ ജീവിതം അവൻ്റെ കരങ്ങളിലാണെങ്കിൽ പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലുമായി അവൻ നമ്മെ വഴി നടത്തും. ഒരിക്കലും അത് നമ്മെ വിട്ടു മാറുകയില്ല. ഉറപ്പാണത്. അവൻ ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല. മുന്നോട്ടുള്ള ജീവിതയാത്ര ഈ 2021 നമ്മളെ എന്തൊക്കെ കാത്തിരിക്കുന്നൊന്നും നമുക്കറിയത്തില്ല. നമ്മുടെ കർത്താവിൻ്റെ വരവുണ്ടാകുമോ അറിയില്ല. എന്തെല്ലാം നമ്മളെ കാത്തിരിക്കുന്നു അതൊന്നും നമുക്കറിയില്ല. എന്നാൽ ഒന്ന് മാത്രം എനിക്കറിയാം, അത് നിങ്ങളോട് പറയുവാൻ വളരെ സന്തോഷമുണ്ട്. പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും കർത്താവ് നമ്മളെ വഴി നടത്തും. നമ്മളെ വിട്ട് അത് മാറിപ്പോകുകയില്ല. നീ എവിടെ ചെന്നെത്തണമെന്ന് കർത്താവ് ആഗ്രഹിച്ചിരിക്കുന്നുവോ അങ്ങെത്തുവോളം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ നിത്യതയിലെത്തുവോളം അത് നമ്മെ വിട്ട് പിന്മാറുകയില്ല. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഭാരത്തോടെയും വേദനയോടെയും ഇരിക്കുന്നുവെങ്കിൽ 2021 എൻ്റെ ഭാവി എന്താകും, എൻ്റെ കാര്യങ്ങൾ എന്താകും, എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം എന്താകും, എൻ്റെ കുടുംബജീവിതം എന്താകും, എൻ്റെ ജോലി എന്താകും, എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും, കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ എങ്ങനെ 2021 കടന്നു പോകും എന്നെല്ലാം നമുക്കെല്ലാം ഒരു വല്ലാത്ത ഭീതിയുണ്ട് ഇപ്പോൾ. ഈ 2021 എന്താകുമെന്നല്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ ഒന്ന് പറയട്ടെ, പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും കർത്താവ് നമ്മെ വഴി നടത്തും. അത് നമ്മെ വിട്ട് മാറുകയില്ല. നമ്മെ വഴി കാണിക്കേണ്ടതിന് മുൻപിൽ കർത്താവുണ്ട്. ഒരിക്കലും നമ്മെ വിട്ട് പിന്മാറുകയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ ലോകരാജ്യങ്ങൾക്ക് വേണ്ടി ഇനിയും അടുത്തു പോകാതെ നമുക്ക് പ്രാർത്ഥിക്കാം. പലവിധമായ വിഷയത്തോടെ പല ഭാരത്തോടെ ആയിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരെയൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ ദൈവം നമ്മെ വഴി നടത്തട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ രാവിലെ സമയത്തിനായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പച്ച വാഴ്ത്തുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് സഹായിച്ചു. ഈ ലൈവിൽ കൂടെ കർത്താവിനെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. 2020 മുഴുവൻ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. കർത്താവെ, 2020 മുഴുവൻ പകൽ മേഘസ്തംഭമായും രാത്രിയിൽ അഗ്നിസ്തംഭമായും ഞങ്ങൾക്ക് വഴി കാണിക്കേണ്ടതിന് കർത്താവ് ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പം നന്ദി കർത്താവെ, നന്ദി 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 കർത്താവെ, നന്ദി. ഈ 2021 ഞങ്ങളത് ചോദിക്കുകയാണ് കർത്താവെ. ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഹല്ലേലൂയ മുന്നോട്ടുള്ള ഞങ്ങളുടെ പാതയിൽ കർത്താവ് ഞങ്ങൾക്ക് വഴികാട്ടിയായി, കർത്താവ് ഞങ്ങൾക്ക് നല്ല ഉപദേശകനായി കർത്താവ് ഞങ്ങളോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകരാജ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കോവിഡ് എന്ന മഹാമാരിയിൽ നിന്ന് ഞങ്ങളുടെ രാജ്യങ്ങളെ വിടുവിക്കണമേ. ഞങ്ങളുടെ ലോകരാജ്യങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നാളുകളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവെ, അനേകർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവെ, അവിടുന്ന് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വിടുതൽ ഉണ്ടാകട്ടെ കർത്താവെ. ഈ വൈറസിനെ ഈ ലോകത്ത് നിന്ന് മാറ്റിക്കളയുവാൻ ദൈവത്തിന് കഴിയും. ഞങ്ങളത് വിശ്വസിക്കുന്നു. എന്നാൽ എന്തുകൊണ്ട് എൻ്റെ കർത്താവ് അത് താമസിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല. പിതാവിൻ്റെ കരങ്ങളെ ഞങ്ങൾ ഏൽപ്പിക്കുക കർത്താവെ. ഞങ്ങളുടെ ലോകരാജ്യങ്ങളോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹോസ്പിറ്റലുകളിലും റൂമുകളിലും കർത്താവെ
ഭവനങ്ങളിലും ഒക്കെ വെന്റിലേറ്ററുകളിലും ഒക്കെ ഇന്നും അനേകരായിരിക്കുകയാണ് കർത്താവ്. ഈ രോഗം മൂലം അവരോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്, അവരോട് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. അവരെ വിടുവിക്കണമേ, നിന്റെ കരമയച്ച് നിന്റെ വചനമയച്ച് നിന്റെ ജനത്തെ വിടുവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യുന്നവർ, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് എല്ലാ മെഡിക്കൽ സ്റ്റാഫ്സിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ഈ 2021 കർത്താവിൻ്റെ പ്രത്യേകമായ പ്രൊട്ടക്ഷനും സ്നേഹവും കരുതലും നിന്റെ ജനം അറിയട്ടെ കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, ഇന്നും അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ. അവരുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട വേദനയുടെ വേർപാടിൻ്റെ അനുഭവത്തിൽ കർത്താവെ വേദനയോടെ കടന്നു പോകുന്ന വിങ്ങുന്ന ഹൃദയവുമായി കടന്നു പോകുന്ന അനേക സഹോദരി സഹോദരങ്ങളുണ്ട് കർത്താവെ. അവരെയൊക്കെ അവിടുത്തെ പൊന്നുകരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുക. നീ അവരെ ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശ്വസിപ്പിച്ച് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ ലൈവിൽ കൂടെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരു പ്രാവശ്യം കൂടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ ജനത്തെ കർത്താവ് നടത്തിക്കൊണ്ടുവന്ന വിധങ്ങൾക്കായി സ്തോത്രം. അവരേതെല്ലാം വിഷയങ്ങളിൽ ഭാരത്തോടെ ആയിരിക്കുന്നുവോ കർത്താവ് അവരുടെ വിഷയങ്ങളുടെ മുഖത്ത് വിടുതൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയോടുള്ള ബന്ധത്തിൽ ഭാരത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് കർത്താവ് വഴികളെ തുറന്ന് അനുഗ്രഹിക്കപ്പെട്ട ജോലി കൊടുക്കണമേ. അനേകർക്ക് സാലറി ലഭിച്ചിട്ടില്ല കർത്താവെ, അവരോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് വേണ്ടി വഴികളെ തുറക്കണമേ, അറിയപ്പെടാത്ത വഴികളെ തുറക്കണമേ. കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്ത് കരയുന്ന, മക്കൾക്ക് നല്ല വിവാഹ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മാതാപിതാക്കളുണ്ട് കർത്താവെ. അല്ലെങ്കിൽ സ്വന്തം ജീവിതം അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട് കർത്താവെ. നീ നിന്റെ ജനത്തിന് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഭാവി ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കർത്താവ് തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പഠനത്തോടുള്ള ബന്ധത്തിൽ ഹയർ സ്റ്റഡീസിനൊക്കെ പോകുവാൻ വഴികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ കർത്താവെ. നീ അവരെ അവർക്കെല്ലാം വേണ്ടി വഴി തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളോട് മനസ്സലിയണമേ, നിന്റെ ജനത്തിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് വിഷയത്തിൽ ഭാരത്തോടെ ആയിരിക്കുന്നവരുണ്ടോ കർത്താവ് മനസ്സലിയണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ, അവിടെ നിന്ന് സൗഖ്യമയക്കണമേ. ആണിപ്പാടുള്ള കരം വെച്ച് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ കേട്ടല്ലോ ഞങ്ങളുടെ അനേക പ്രിയപ്പെട്ടവർ കർത്താവെ വെളിയിലായിരിക്കുന്ന, കർത്താവെ ഇന്ത്യക്ക് വെളിയിലായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ, എന്നാൽ അവരുടെ ഭാര്യമാര്, ഭർത്താക്കന്മാർ, അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ, കുഞ്ഞുങ്ങളൊക്കെ കർത്താവെ ഇന്ത്യയിൽ വന്നിട്ട് ഈ കൊറോണ മൂലം മടങ്ങി പോകുവാൻ കഴിയാതെ വേർപെട്ടിരിക്കുന്ന അവസ്ഥയൊക്കെ ഞങ്ങൾ കേട്ടല്ലോ കർത്താവെ. അവിടെ നിന്ന് കരുണ തോന്നുമാറാകണം. നിന്റെ ജനത്തിനു വേണ്ടി കർത്താവെ, ഹല്ലേലൂയ, ഒരുമിച്ചായിരിക്കേണ്ടതിന് വേണ്ടി അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. നിന്റെ ജനത്തിനു വേണ്ടി കർത്താവ് നിയമങ്ങളെ മാറ്റി എഴുതണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിസ പ്രോബ്ലത്തിനാൽ കർത്താവെ ഭാരപ്പെടുന്ന അനേകരുണ്ടല്ലോ കർത്താവെ, അവിടെ നിന്ന് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ഇന്ന് പകൽക്കാലം ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവകരങ്ങളിൽ ഇന്ന് പകൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രായമായ മാതാപിതാക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. നീ അവരെ പരിപാലിച്ചല്ലോ. 2020 മുഴുവൻ കർത്താവിൻ്റെ കരുതലിൻ്റെ കരങ്ങളിൽ അവരെ വഹിച്ചല്ലോ കർത്താവെ. ഈ 2021 ഞങ്ങളുടെ പ്രായമായ മാതാപിതാക്കൾക്ക് വേണ്ടുന്ന ആരോഗ്യവും ബലവും കർത്താവ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരെയൊക്കെ വാർദ്ധക്യത്തിലും നരയ്ക്കുവോളം ചുമക്കാമെന്ന് പറഞ്ഞ കർത്താവ് നിന്റെ ജനത്തെ കരങ്ങളിൽ വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഞങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുമക്കളെ എല്ലാം പരിപാലിക്കണമേ. കർത്താവിൻ്റെ കൃപയിൽ അവരെ എല്ലാം മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ടീനേജേഴ്സിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാം അനുഗ്രഹിക്കണം. ടീനേജ് പ്രായത്തിലേക്ക് കടക്കുമ്പോൾ കർത്താവ് യേശുവിനോട് ചേർന്ന് ജീവിക്കുവാൻ കൂടുതൽ കർത്താവ് അവരെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളും മോഹങ്ങളും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവെ വിഴുങ്ങുവാൻ അനുവദിക്കല്ലേ. അത് വിട്ടോടുവാൻ ഞങ്ങളുടെ യൗവനക്കാരെ, ഞങ്ങളുടെ ടീനേജ് കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. തിമോത്തിയോസിന്റെ ലേഖനത്തിൽ പറയുന്നത് പോലെ നീയോ അത് വിട്ടോടുക. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അവരുടെ ജീവിതത്തിൽ കർത്താവിൽ നിന്ന് അവരെ അകറ്റിക്കളയുന്നതായ ഈ ലോകത്തിൻ്റെതായ എല്ലാ ഇമ്പങ്ങളെയും ടെംപ്റ്റേഷനുകളെയും വിട്ടോടുവാനുള്ള പ്രത്യേകമായ ദൈവകൃപ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ പകരണമേ. അവർ കർത്താവിന് കൊള്ളാകുന്നവരാകട്ടെ. ഞങ്ങളുടെ മക്കളൊക്കെയും കർത്താവെ അവർ ലോകത്തിൻ്റെ മുമ്പിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി തീരട്ടെ. സമൂഹത്തിന് നന്മ ചെയ്യുന്നവരാകട്ടെ കർത്താവെ. അവർ ഈ ലോകരാഷ്ട്രീയത്തിൻ്റെ പുറകെയും അല്ലെങ്കിൽ ലോകപരമായ മറ്റുള്ള കാര്യങ്ങളുടെ പുറകെ പോയി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മക്കൾ ആരും പോകുവാൻ അനുവദിക്കില്ല കർത്താവെ. ലോകം തരുന്ന സ്ഥാനത്തേക്കാൾ മാനത്തേക്കാൾ യേശു തരുന്ന സ്ഥാനവും മാനവുമാണ് വലുതെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളുടെ തലമുറകളെ അവിടെ നിന്ന് ബലപ്പെടുത്തണമേ, അവരെ ഓർമ്മിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
പൊന്നുകരങ്ങളിലേക്ക് എല്ലാവരെയും ഏൽപ്പിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ഇന്ന് പകൽക്കാലം ഹൃദയം തകർന്ന് മനോവ്യഥയോടെ ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ അവരുടെ വിഷയങ്ങൾ എന്ത് എന്ന് ഞങ്ങൾ അറിയുന്നില്ല അപ്പച്ച. എന്നാൽ കർത്താവെ, ഇന്ന് പകൽക്കാലം കർത്താവ് അവരെ ആശ്വസിപ്പിക്കണം, അവർക്ക് വേണ്ടി വഴികളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൊന്നുകരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നവനായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട, സമാധാനമുള്ള, സന്തോഷമുള്ള, സമൃദ്ധിയുള്ള, ദൈവത്തോട് കൂടുതൽ അടുത്ത് ജീവിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട വർഷം കർത്താവ് നിങ്ങൾക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ വിശുദ്ധ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ നമുക്കൊരുമിച്ച് ഇപ്രകാരം കൂടി വരുവാൻ ദൈവമായ കർത്താവ് കൃപ നൽകിയതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പുതിയ വർഷത്തിൽ പ്രവേശിപ്പാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നു. 2020 അപ്രതീക്ഷിതമായി ലോകത്തിൽ കൊറോണ എന്ന് പറയുന്ന വൈറസ് മാരകമായി ബാധിച്ചു. അനേക രാജ്യങ്ങളെ ബാധിച്ചു, അനേക പ്രിയപ്പെട്ടവരെ ബാധിച്ചു. അപ്രതീക്ഷിതമായ അനുഭവങ്ങളിൽ കൂടെ, ലോക്ക്ഡൗണിൽ കൂടെ ഒക്കെ നാം കടന്നുപോയെങ്കിലും ദൈവത്തിൻ്റെ വിശ്വസ്ത കരം നമ്മെ പരിപാലിച്ചു, നമ്മെ താങ്ങി വഴി നടത്തിയ വർഷമായിരിക്കയാൽ ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. 2021 ആരംഭ ഞായറാഴ്ച കർത്താവിനെ ആരാധിപ്പാൻ കർത്താവ് കൃപ നൽകിയതോർത്ത് ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തത എത്ര വലുതാണ്, ദൈവം ചെയ്ത ഉപകാരങ്ങൾ എത്ര വലുതാണ്, ദൈവത്തിൻ്റെ പരിപാലനം എത്ര വലുതാണ്. എല്ലാ നന്മകൾക്കായും ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്, കർത്താവിനെ വാഴ്ത്തുകയാണ്. ദൈവകരങ്ങളിൽ ഈ പകൽക്കാലം നമുക്കൊരു പ്രാവശ്യം കൂടെ ഏൽപ്പിച്ചു കൊടുക്കാം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2019 ഞങ്ങൾ ലൈവ് മിനിസ്ട്രി ആരംഭിക്കുന്നത്. എന്നാൽ ആ മിനിസ്ട്രി ഇത്രത്തോളം, പ്രത്യേകിച്ച് ലോക്ക്ഡൗൺ കാലഘട്ടങ്ങളിൽ അനേകർക്ക് ആശ്വാസമായി, പ്രയോജനമായി കർത്താവ് ലൈവ് മിനിസ്ട്രിയെ ആക്കി തീർത്തതോർത്ത് ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പതുക്കെ പതുക്കെ ദൈവസഭകളൊക്കെ തുറന്നു തുടങ്ങി. മിക്കവാറും ദൈവസഭകളൊക്കെ ആരാധന ആരംഭിച്ചു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ ഞങ്ങളും അപ്രകാരം ആരാധനകൾ ആരംഭിക്കേണ്ട ക്രമീകരണങ്ങളെല്ലാം തുടങ്ങേണ്ടതുണ്ട്. എന്നിരുന്നാലും ഈ ലൈവിൽ കൂടെയുള്ള മിനിസ്ട്രി അനേകർക്ക് ആശ്വാസമായിരിക്കാൽ ലൈവ് മിനിസ്ട്രി തുടർന്നും കൊണ്ടുപോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവജനത്തിൻ്റെ പ്രാർത്ഥന ആവശ്യമുണ്ട്. ഈ സോഷ്യൽ മീഡിയ ഇപ്രകാരം ഈ ലോക്ക്ഡൗൺ കാലഘട്ടങ്ങളിൽ ദൈവജനത്തിന് വലിയ ആശ്വാസമാക്കി കർത്താവ് തീർത്തത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. നാം ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ മൊബൈൽ ഫോണുകളിൽ, അല്ലേ, നമ്മുടെ ഡിവൈസുകളിൽ, ലാപ്ടോപ്പുകളിൽ, കമ്പ്യൂട്ടറുകളിലൊക്കെ നമുക്ക് ദൈവവചനം ശ്രവിക്കുവാൻ ഒരു നല്ല അവസരം കർത്താവ് തരുന്നു. നമുക്ക് നൽകിയ മാധ്യമങ്ങൾ, TV ചാനലുകൾ എല്ലാം ദൈവനാമ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കപ്പെടുന്നത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഒരു വലിയ ദീർഘ പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. ചില വാക്യങ്ങൾ മാത്രം ഉദ്ധരിച്ച് എൻ്റെ വാക്കുകൾ നിർത്തണമെന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 15 15-ാം അധ്യായം വേഴ്സ് 58 അവസാനത്തെ വാക്യം. 1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 15:15 വേഴ്സ് 58. 1 Corinthians chapter 15 verse 58. അവിടെ ഇങ്ങനെയാ വായിക്കുന്നത്: ആകയാൽ എൻ്റെ
പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവിൻ എന്നാണ് നാം ആ വചനത്തിൽ വായിച്ചത്. 2021 ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുന്ന ഒരു വാക്യം, നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കണം, നിങ്ങൾ കുലുങ്ങാത്തവരായിരിക്കണം. നമ്മുടെ മുൻപിൽ പല പ്രതിസന്ധികൾ കടന്നു വരും, പല പ്രതികൂലങ്ങൾ കടന്നു വരും. ഭയം മനുഷ്യനെ ഭരിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. മുൻപേ ഓർമ്മിപ്പിച്ചതുപോലെ ഏതിനും ഭയം, മനുഷ്യനെ കാണുമ്പോൾ തന്നെ ഭയപ്പെടുന്ന ഒരവസ്ഥ, അറിയാതെ കൈ കൊടുത്താൽ ഭയമുളവാകുന്നൊരവസ്ഥ അല്ലേ? വല്ലാത്തൊരു കാലഘട്ടത്തിൽ നാം ജീവിക്കുന്നു. എന്നാൽ ഈ നാളുകളിൽ മുൻപേ ഓർമ്മിപ്പിച്ചതുപോലെ ദൈവജനം പലപ്പോഴും ദുഃഖത്തോടെ വേദനയോടെ ഓർപ്പിക്കട്ടെ, ക്ഷമിക്കുവാൻ, ദൈവസന്നിധിയിൽ താഴുവാൻ പലരും തയ്യാറല്ല. ക്ഷമ ഒരു ദൈവ പൈതലിന് ഏറ്റവും ആവശ്യമായി. ഇന്നാരെന്നോട് ഇങ്ങനെ ചെയ്തു, ഇന്നാരെന്നോട് ഇങ്ങനെ ചെയ്തു, ഇന്നാർ ഈ രീതിയിലാണ് എന്നോട് പ്രവർത്തിച്ചത്, അതുകൊണ്ട് ഞാനും അങ്ങനെ തന്നെ. ഒരേ നാണയത്തിൽ പകരം കൊടുക്കുവാനല്ലല്ലോ കർത്താവ് നമ്മെ വിളിച്ചത്, 7 അല്ല 70 വട്ടം ക്ഷമിക്കുവാൻ. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവജനം തമ്മിൽ തമ്മിൽ ക്ഷമിക്കുന്നവരാകട്ടെ, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നവരാകട്ടെ. ഇവിടെ വായിക്കുന്നു, നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കണം. അടുത്തത്, നിങ്ങൾ കുലുങ്ങാത്തവരായിരിക്കണം. സങ്കീർത്തനങ്ങളിൽ വായിക്കുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. പർവ്വതത്തിൻ്റെ പ്രത്യേകത, എത്ര കൊടുങ്കാറ്റ് വന്നാലും, എത്ര ചുഴലിക്കാറ്റ് വന്നാലും, പല പല കാറ്റുകൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ ദേശങ്ങളിലൊക്കെ ആഞ്ഞടിക്കുന്നുണ്ട് അല്ലേ? കത്രീന എന്ന പേരിലും മറ്റു പല മനോഹരമായ പേരുകളിലൊക്കെ ചുഴലിക്കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ പർവ്വതം കുലുങ്ങത്തില്ല, അത് ഉറപ്പുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവർ ഇപ്രകാരമാണ്, അവർ കുലുങ്ങത്തില്ല. എന്ത് പ്രതികൂലം വരട്ടെ, എന്ത് കാറ്റ് വരട്ടെ, ഈശാന മൂലൻ വരട്ടെ, കൊടുങ്കാറ്റുകൾ വരട്ടെ, പ്രതികൂല സാഹചര്യങ്ങൾ അനുനിമിഷം ജീവിതത്തിൽ വർദ്ധിച്ചു വരട്ടെ, അതിൻ്റെ മധ്യത്തിൽ കുലുങ്ങാതെ നിൽക്കുന്നവനാണ് ദൈവ പൈതൽ. എന്ത് പ്രതിസന്ധി വന്നാലും അവൻ കുലുങ്ങത്തില്ല. കൊറോണ വന്നാലും അവൻ കുലുങ്ങത്തില്ല. പ്രൈസ് ദി ലോർഡ്. സമാധാനത്തെക്കുറിച്ച് ഒരു ചിത്രം ഒരു ചിത്രകാരൻ ഇപ്രകാരം ഒരിക്കൽ വരച്ചു. ഒരു രാജാവ് ചിത്രം വരയ്ക്കുവാൻ തനിക്ക് സമാധാനമില്ല. സമാധാനത്തിൻ്റെ ചിത്രം വരയ്ക്കുവാൻ ഒരു രാജാവ് തൻ്റെ രാജകൊട്ടാരത്തിലെ ചിത്രകാരന്മാരോട് ആവശ്യപ്പെട്ടു. പലരും മനോഹരമായ ചിത്രങ്ങൾ വരച്ചു. പ്രാവിൻ്റെ ചിത്രം വരച്ചു കൊണ്ടുവന്നവരുണ്ട്, നല്ല പുഷ്പങ്ങളുടെ ചിത്രം, റോസാ പുഷ്പങ്ങളുടെ ചിത്രങ്ങൾ വരച്ചു കൊണ്ടുവന്നവരുണ്ട്. അവരവരുടെ ഭാവനയിൽ മനോഹരമായി സമാധാനം വിളമ്പുന്ന ചിത്രങ്ങൾ വരച്ചു. എന്നാൽ അതിൽ ഒരു ചിത്രമാണ് രാജാവിന് ഇഷ്ടപ്പെട്ടത്, ആ ചിത്രമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ആ ചിത്രത്തിനാണ് താൻ പ്രഖ്യാപിച്ച പ്രതിഫലം താൻ നൽകുകയുണ്ടായത്. ആ ചിത്രം ഇങ്ങനെയാണ്: ആർത്തിരമ്പുന്ന ഒരു പുഴ, ആർത്തിരമ്പുന്ന ഒരു പുഴ, അതിൻ്റെ കരയിൽ വലിയ കാറ്റിൽ അകപ്പെട്ട് നിൽക്കുന്ന ഒരു വൃക്ഷം. ആ വൃക്ഷം ഇങ്ങനെ ആടി ഉലയുകയാണ്. ഏത് സമയത്തും ആ കൊടുങ്കാറ്റിൽ ആ വൃക്ഷം താഴെ പോകാം. പുഴയിലെ വെള്ളത്തിൻ്റെ ഒഴുക്ക് വളരെ ശക്തമാണ്. വളരെ ഭീകരാവസ്ഥ സൃഷ്ടിക്കുന്ന ശബ്ദ ആരവരങ്ങളോടെ ആ പുഴ ഒഴുകിപ്പോകുന്നു. ഈ കാറ്റ് നമ്മെ വല്ലാതെ ഭയപ്പെടുത്തുകയാണ്. നമുക്ക് ഭയം ഉളവാക്കുന്ന ഒരു കാറ്റ് ശക്തമായി വീശുന്നു. ആ വൃക്ഷം ഏത് സമയത്തും അത് കടപുഴകി വീഴാം. ആകെ ഭയാനകമായ ഒരു സാഹചര്യം, ആകെ ഭയാനകമായ ഒരു അന്തരീക്ഷം. എന്നാൽ ആ ഭയാനകമായ അന്തരീക്ഷത്തിലും സാഹചര്യത്തിലും ആ വൃക്ഷത്തിൻ്റെ മുകളിൽ ഒരു കൊച്ചു പക്ഷി ഇരുന്ന് ശാന്തമായി പാട്ടുപാടിക്കൊണ്ടിരിക്കുന്നു. അതിന് ദൈവം നൽകിയ സ്വതസിദ്ധമായ കഴിവിൽ ആ പക്ഷി ഗാനങ്ങൾ ആലപിച്ചു കൊണ്ടിരിക്കുന്നു, പാട്ടുപാടിക്കൊണ്ടിരിക്കുന്നു. ഹേ പക്ഷിയെ, നിന്നെ ഇതൊന്നും ബാധിക്കുന്നില്ലേ?
ശക്തമായ കൊടുങ്കാറ്റാണ് ആഞ്ഞടിക്കുന്നത്. ഈ മരം കടപുഴകി ആ പുഴയിലേക്ക് വീണാൽ ആ മരം ഒഴുകിപ്പോകുവാൻ സാധ്യതയുണ്ടല്ലോ. പല പ്രതിസന്ധികൾ നിന്റെ മുൻപിൽ തരണം ചെയ്യുവാൻ നിനക്കുണ്ട്. ശക്തമായ കൊടുങ്കാറ്റ്, ശക്തമായ പ്രതികൂല സാഹചര്യം, ശക്തമായി നിനക്കെതിരെ എല്ലാ സാഹചര്യങ്ങളും പ്രതികൂലമായി നിലനിൽക്കുമ്പോൾ പക്ഷിയെ നിനക്കെങ്ങനെ പാട്ടുപാടുവാനായിട്ട് കഴിയും? ആ പക്ഷിക്കൊരു ഉത്തരം പറയാനുണ്ട്. അതെല്ലാം ആ ചിത്രത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന സന്ദേശമാണ്. ആ പക്ഷി ഇപ്രകാരം വിളിച്ചു പറയുമായിരിക്കാം, എന്ത് കാറ്റ് വന്നാലും എന്ത് പ്രതികൂലം വന്നാലും ഈ മരം, ഞാൻ നിൽക്കുന്ന ഈ മരമുണ്ടല്ലോ, ഇത് കടപുഴകി താഴെ പോയാലും എനിക്ക് 2 ചിറകുകൾ എന്നെ സൃഷ്ടിച്ച സൃഷ്ടിതാവ് എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ കൊച്ചു ചിറകുകൾ വെച്ച് പറന്ന് 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 ഉയരങ്ങളിലേക്ക് പറന്നു പോകും. മറ്റൊരു സുരക്ഷിതമായ സ്ഥാനത്തേക്ക് പറന്നു പോകുവാൻ നല്ല ചിറകുകൾ എൻ്റെ സൃഷ്ടിതാവ് എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രതികൂലങ്ങളെ ഞാൻ കണ്ട് ഭയപ്പെടുകയില്ല. ഈ പ്രതികൂലങ്ങൾ എന്നെ ഭാരപ്പെടുത്തുകയില്ല. എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, നമുക്ക് നൽകുന്ന ഒരു സന്ദേശം അതിനകത്തുണ്ട്. ഒരു ദൈവ പൈതൽ ഈ ലോകത്തിലെ പ്രതികൂല കാറ്റുകളെ കണ്ട്, ഈശാനമൂലനെ കണ്ട്, ഈ ലോകത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെ കണ്ട് പിന്മാറേണ്ടവരല്ല നാം. അതിനെ കണ്ട് പകച്ചു നിൽക്കേണ്ടവരല്ല നാം. കൊറോണയെ കണ്ട് ഭയപ്പെട്ട് നിൽക്കേണ്ടവരല്ല നാം. ഇതിലപ്പുറമായി നമുക്ക് അതിജീവിക്കുവാൻ ബലം തരുന്ന നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ അല്ല. ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുവാൻ ഒരുപാട് ശാരീരികമായി നാം കഴിക്കേണ്ട ഒരുപാട് ആഹാരക്രമങ്ങളുണ്ട്. അതെല്ലാം നല്ലതാണ്. സർക്കാർ പറയുന്ന നിയമങ്ങൾ പാലിക്കുവാൻ നാം ബാധ്യസ്ഥർ തന്നെയാണ്. ഒരിക്കലും ഞാൻ സർക്കാർ നിയമങ്ങൾക്കെതിരെ സംസാരിക്കുന്ന വ്യക്തിയല്ല. പക്ഷേ അതിലപ്പുറമായി നമ്മെ പരിപാലിക്കുന്ന, നമ്മെ കരം പിടിച്ച് നടത്തുന്ന, നമ്മെ വഴി നടത്തുന്ന ഒരു സൃഷ്ടിതാവിനെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ കുലുങ്ങാത്തവരായിരിക്കണം. എന്ത് പ്രതികൂലങ്ങൾ വരട്ടെ. 2020 ആരെങ്കിലും ചിന്തിച്ചോ ഇങ്ങനൊരു പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുമെന്ന്? ഒരു നിമിഷം കൊണ്ട് ശമ്പളം പകുതിയായി, ഒറ്റ നിമിഷം കൊണ്ട് ശമ്പളം ഇല്ലാതെയായി. മാസങ്ങളായി ശമ്പളം ഇല്ലാതെ ഭാരപ്പെടുന്നവരെ എനിക്കറിയാം. മാസങ്ങളായി 5, 6, 7, 8, 10, 12 മാസമായിട്ട് ശമ്പളമില്ലാതെ വിഷമിക്കുന്നവരെ അറിയാം. ഒറ്റ നിമിഷം കൊണ്ട് സംഭവിച്ചതാ, ഒറ്റ സെക്കൻഡ് കൊണ്ട് സംഭവിച്ചതാ. പക്ഷേ അത്ഭുതകരമായി കർത്താവ് നടത്തിയ ദൈവത്തിൻ്റെ കരമല്ലേ കഴിഞ്ഞ മാസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നാം കണ്ടത്. 2020 കർത്താവ് നടത്തിയെങ്കിൽ 2021 കർത്താവ് നമ്മെ നടത്തും. ആമേൻ. അതുകൊണ്ട് കുലുങ്ങണ്ട, ഉറപ്പ് പ്രാപിക്ക്. ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക എന്നാണ് യോശുവയുടെ പുസ്തകത്തിൽ വായിക്കുന്നത്. ഉറപ്പുള്ളവനായിരിക്കണം, ധൈര്യമുള്ളവരായിരിക്കണം. ഒരു വിശ്വാസി ഉറപ്പുള്ളവനായിരിക്കണം, ഉറച്ച വിശ്വാസമുള്ളവനായിരിക്കണം. അല്ലേ? അങ്ങോട്ട് ചാടുമ്പോൾ അങ്ങോട്ട്, ഇങ്ങോട്ട് ചാടുമ്പോൾ ഇങ്ങോട്ട്. അതിനെ വേദപുസ്തകം വിളിക്കുന്ന ഒരു ഭാഷയുണ്ട്, ഇരുമനസ്സുള്ളവൻ. ഇരുമനസ്സ്. അവിടെ ചില കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങോട്ട് ചാടിയേക്കാം, ഇവിടെ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഇങ്ങോട്ട് ചാടിയേക്കാം. പ്രൈസ് ദി ലോർഡ്. ഇരുമനസ്സുള്ള ഒരുപാട് പേര് ഈ ലോകത്തിലുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഇരുമനസ്സുള്ളവൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നുവെന്നാണ് യാക്കോബിൻ്റെ ലേഖനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് പ്രിയരെ, ഉറപ്പുള്ളവരായിരിക്കണം, പിന്നെ കുലുങ്ങാത്തവരായിരിക്കണം. അടുത്തത്, നമ്മുടെ പ്രയത്നങ്ങളൊന്നും കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞ് കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരാകുവിൻ. വല്ലപ്പോഴും വർദ്ധിച്ചാൽ പോരാ, എപ്പോഴും വർദ്ധിച്ചു വരണം. 2021 നമ്മുടെ ആത്മീക ജീവിതത്തിൽ നമുക്കൊരു വർധനവുണ്ടാകണം. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നമുക്കൊരു വർധനവുണ്ടാകണം. നമ്മുടെ ശുശ്രൂഷ ജീവിതത്തിൽ നമുക്കൊരു വർധനവുണ്ടാകണം. ട്രാക്റ്റ് കൊടുക്കുന്നതിൽ നമുക്കൊരു വർധനവുണ്ടാകണം. പരസ്യയോഗങ്ങൾ നടത്തുന്നതിൽ നമുക്കൊരു വർധനവുണ്ടാകണം. ദൈവം നിങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷ എന്താണോ ആ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊരു വർധനവുണ്ടാകുന്ന വർഷമായി ഈ വർഷം മാറണം.
എല്ലാ വർഷവും സാധാരണ ദൈവമക്കൾ പറയും, ദൈവം ആഗ്രഹിച്ചതുപോലെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, കുറവാണെന്ന് സമ്മതിക്കുന്നു. നമ്മുടെ പിതാവ് ആ സാക്ഷ്യം കേൾക്കാനല്ല ഇഷ്ടപ്പെടുന്നത്. പൗലോസ് തൻ്റെ നിര്യാണ സമയത്ത് താൻ പറഞ്ഞത്, ഞാൻ നല്ല പോർ പൊരുതു, എൻ്റെ ഓട്ടം തികച്ചു, ഞാൻ വിശ്വാസം കാത്തു. ഉറപ്പോടെയാ പൗലോസ് പറയുന്നത്. പറ്റിയില്ല എന്ന് പറഞ്ഞ് നാം വർഷങ്ങൾ തള്ളി നീക്കുമ്പോൾ, നീങ്ങുന്നു മാസങ്ങളും വർഷങ്ങളും ഭൂവിലെ നാളുകളും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പറ്റിയില്ല എന്ന് പറഞ്ഞ് നാം ആ സാക്ഷ്യത്തിൽ നിന്നും ഇരുന്നു കൊള്ളുന്നത് പറഞ്ഞിരിക്കുന്ന അടുത്ത നിമിഷം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ കർത്താവിൻ്റെ സന്നിധിയിലും ചെന്ന് പറയണം, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനൊരു ഇടവരരുത്. നാം വർദ്ധിക്കുന്നവരാകണം. ആത്മീക ജീവിതത്തിൽ വർധനവുണ്ടാകണം, പ്രാർത്ഥനാ ജീവിതത്തിൽ വർധനവുണ്ടാകണം, വചനധ്യാനത്തിൽ വർധനവുണ്ടാകണം, ദൈവം നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയിൽ നിനക്കൊരു വർധനവുണ്ടാകണം. ഇയർ ഓഫ് ഇൻക്രിമെന്റ്, വർധനവിൻ്റെ വർഷമായി ഈ വർഷം മാറട്ടെ പ്രിയരെ. ദൈവം നിന്നെ ഏൽപ്പിച്ച ആത്മാക്കളിൽ ഒരു വർധനവുണ്ടാകുവാൻ നീ ദൈവത്തോട് പ്രാർത്ഥിക്കണം. നിന്റെ ശുശ്രൂഷകൾ അടുത്ത ലെവലിലേക്ക് വർദ്ധിക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. നിന്റെ ആത്മീക ജീവിതത്തിൽ ഒരു വർധനവുണ്ടാകുവാൻ, കർത്താവേ ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ, അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞു? വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം. ദൈവത്തോട് നമ്മൾ പറയണം, എൻ്റെ പ്രാർത്ഥനാ ജീവിതം വർദ്ധിപ്പിക്കണം, എൻ്റെ വചനധ്യാനം വർദ്ധിപ്പിക്കണം. നമുക്കൊരു മനസ്സുണ്ടാകണം. കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്ന ഒരു വർഷമായി ഈ വർഷം മാറട്ടെ പ്രിയരെ. മറ്റൊരു വാക്യം കൂടെ വായിച്ച് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. സെയിം 1 Corinthians chapter 16, 16 അധ്യായം 13-14 വാക്യം. 13-14 verses 13-14. 1 Corinthians chapter 16 verse 13 and 14. ഉണർന്നിരിപ്പിൻ, വിശ്വാസത്തിൽ നിലനിൽപ്പിൻ, പുരുഷത്വം കാണിപ്പിൻ, ശക്തിപ്പെടുവിൻ. ഇവിടെ കാണുന്നു, ഉണർന്നിരിക്കണം. എന്തുകൊണ്ട് ഉണർന്നിരിക്കണം? ഞാൻ ആ ഭാഗങ്ങളെല്ലാം ഇന്ന് വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് സുപരിചിതമായൊരു വേദഭാഗമുണ്ട്. മത്തായി സുവിശേഷം 25 അധ്യായം അതിൻ്റെ 13 വാക്യം. മാത്യു ചാപ്റ്റർ 25 വേഴ്സ് 13. മാത്യു ചാപ്റ്റർ 25 വേഴ്സ് 13. ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പിൻ. നാളും നാഴികയും നിങ്ങൾ അറിയായിക കൊണ്ട് ഏതിനെ കാണിക്കുന്നു? ആ സംഭവം മണവാളന്റെ വരവിനെ കാണിക്കുന്നു. 25 അധ്യായം നമുക്കറിയാം, 10 കന്യകമാരുടെ ഉപമയുടെ അധ്യായമാണ്. മണവാളൻ അറിയിപ്പില്ലാതെ താൻ വെളിപ്പെട്ടപ്പോൾ 5 പേർ മാത്രം മണവാളിനോടുകൂടെ എടുക്കപ്പെട്ടു, 5 പേർ തള്ളപ്പെട്ടു. എന്തുകൊണ്ടാണെന്നറിയാമോ? ഒരുക്കമില്ലാതെ പോയതുകൊണ്ട്. ബാഹ്യമായി അവർക്ക് എല്ലാ ഒരുക്കങ്ങളും ഉണ്ടായിരുന്നു. 10 മണവാട്ടിമാരെ കണ്ടാലും തിരിച്ചറിയത്തില്ല, ഒരുപോലെ ഇരിക്കും. പക്ഷെ 5 പേരുടെ കയ്യിലെ എണ്ണയുണ്ടായിരുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എണ്ണ ഒരുക്കത്തെ കാണിക്കുന്ന പ്രിയരെ. അതുകൊണ്ടാണ് മണവാളൻ പറയുന്നത്, നാളും നാഴികയും നിങ്ങൾ അറിയായിക കൊണ്ട് നിങ്ങൾ ഉണർന്നിരിക്കുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഉണർന്നിരിക്കുന്നവരായിരിക്കണം. വാച്ച് ദെർഫോർ. കണ്ടോ, നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം, നിങ്ങൾ ഉണർന്നിരിക്കണം. ഈ കാലഘട്ടങ്ങളിൽ പ്രിയരെ, നാം ഏറ്റവും അധികം ഉണർന്നിരിക്കേണ്ടത് ആവശ്യമാണ്. അനേകർ പട്ടുപോകുന്ന ഈ പോർക്കളത്തിൽ, അനേകർ വീണുപോകുന്ന ഈ പോർക്കളത്തിൽ ഞാനും നിങ്ങളും വീണു പോകാതിരിക്കണമെങ്കിൽ നാം ഉണർന്നിരിക്കണം പ്രിയരെ, ഉണർന്നിരിക്കണം. ദൈവസന്നിധിയിൽ നമുക്ക് ഉണർന്നിരിക്കാം പ്രിയരെ. മറ്റൊരു വാക്യം കൂടെ ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ലൂക്ക് ചാപ്റ്റർ 12, ലൂക്കോസ് സുവിശേഷം 12 അധ്യായം 35 വാക്യം. അത് വായിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ലൂക്ക് ചാപ്റ്റർ 12 വേഴ്സ് 35. ലൂക്ക് ചാപ്റ്റർ 12 വേഴ്സ് 35.
നിങ്ങളുടെ അര കെട്ടിയും നിങ്ങളുടെ അര കെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. ഒരു ഒരുക്കത്തെ അവിടെ കാണിക്കുന്നു. ഒരു യാത്രയ്ക്കുള്ള ഒരുക്കം. 2021 പ്രിയരെ, ഏത് സമയത്ത് മണവാളൻ പ്രത്യക്ഷപ്പെടാം. ഒരു യാത്രയ്ക്ക് വേണ്ടി നാം ഒരുങ്ങിയിരിക്കണം. ഒരു യാത്രയ്ക്ക് വേണ്ടി നാം ഒരുങ്ങിയിരിക്കണം. നിങ്ങളുടെ അര കെട്ടുക എന്ന് പറയുന്നത് ഒരു യാത്രയെ കാണിക്കുന്നു. വിളക്ക് കത്തിക്കൊണ്ടിരിക്കട്ടെ. വിളക്കണയുവാൻ പാടില്ല. വിളക്കണഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ നമുക്കൊന്ന് പരിശോധിച്ച നമുക്ക് മടങ്ങി വരാം. 1 Corinthians chapter 16 16 അധ്യായത്തിൽ നാം വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരട്ടെ. 1 കൊരിന്ത്യർ 16 അധ്യായം നാം വായിച്ച വാക്യം. എത്രാമത്തെ വാക്യമാണ് ഞാൻ വായിച്ചത്? നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറയണം. എന്റെ മുൻപിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ, 1 കൊരിന്ത്യർ 16 അധ്യായം 13 വാക്യം. 13 and 14. ഉണർന്നിരിപ്പിൻ, വിശ്വാസത്തിൽ നിലനിൽപ്പിൻ. അപ്പോൾ ഉണർന്നാൽ മാത്രം പോരാ, വിശ്വാസത്തിൽ നിലനിൽക്കുന്ന വർഷമാണ് ആയിരിക്കണം. എന്തിനാ പരിശുദ്ധാത്മാവ് ആ വാക്യം അങ്ങനെ എഴുതി വെച്ചത്? വിശ്വാസത്തിൽ വീണു പോകാവുന്ന സാഹചര്യങ്ങൾ കടന്നു വരും. വിശ്വാസത്തിൽ ക്ഷീണിക്കാവുന്ന സാഹചര്യങ്ങൾ കടന്നു വരും. വിശ്വാസത്തിൽ തളർന്നു പോകാവുന്ന സാഹചര്യങ്ങൾ കടന്നു വരും. അബ്രഹാമിനെ കുറിച്ച് എഴുതിയപ്പോൾ പറഞ്ഞു, അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അപ്പോൾ ക്ഷീണിച്ചു പോകാൻ സാധ്യതയുണ്ട്, തളർന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രിയരെ, ഏത് പ്രതികൂലം വന്നാലും, ഏത് പ്രതിസന്ധി വന്നാലും, ഏത് ദാരിദ്ര്യം വന്നാലും വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരായി നമുക്ക് കാണാം. പുരുഷത്വം കാണിപ്പിൻ, ശക്തിപ്പെടുവിൻ എന്ന് പറഞ്ഞാൽ ധൈര്യത്തോടെ നിൽക്കണം. പുരുഷത്വം ധൈര്യത്തെ കാണിക്കുന്നു. സ്ട്രോങ് ആയി നിൽക്കണം, ഉറപ്പുള്ളവനായി നിൽക്കണം. അടുത്തത് ശക്തിപ്പെടണം. പലരും 2020 ശക്തിയൊക്കെ ക്ഷയിച്ചു. ആരാധന നഷ്ടപ്പെട്ടു. കൂട്ടായ്മയ്ക്ക് ബലം പകരാൻ ആരുമില്ല. ചില മാസങ്ങൾ നമ്മൾ വീട്ടിൽ ഒറ്റയ്ക്കായി. ഫോണിൽ കൂടെ മാത്രമുള്ള കോണ്ടാക്റ്റേ ഉള്ളൂ, സൂമിലുള്ള കോണ്ടാക്റ്റേ ഉള്ളൂ. അടുത്ത സ്നേഹിതർക്ക് പോലും ഭവനങ്ങൾ സന്ദർശിക്കാൻ വിലക്കുണ്ടായിരുന്നു. ഇന്നും ആ വിലക്കുകൾ പൂർണ്ണമായി മാറിയിട്ടില്ല. കൊറോണ എന്ന ഭീതി കൊണ്ട് ആരും ആരെയും അടുപ്പിക്കുന്നില്ല. എന്നാൽ ഇതിന്റെ മധ്യത്തിൽ പലരും ക്ഷീണിച്ചു പോയി, പലരും തളർന്നു പോയി, പലർക്കും പിടിച്ചു നിൽക്കാൻ പറ്റാതെയായി. കൂട്ടായ്മകൾ നഷ്ടപ്പെട്ടപ്പോൾ പലരും ക്ഷീണിച്ചു. അതുകൊണ്ടാണ് വചനം പറയുന്നേ, 2021 നീ ശക്തിപ്പെടുന്ന വർഷമായി മാറണം, ശക്തി പ്രാപിക്കുന്ന വർഷമായി മാറണം. അടുത്ത വാക്യം 14, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ. ഞാൻ പറഞ്ഞല്ലോ, നാം ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യണം. ഈ സ്നേഹത്തിൽ ക്ഷമയടങ്ങിയിട്ടുണ്ട്. ഈ സ്നേഹത്തിൽ പകയുണ്ടാകത്തില്ല. ഈ സ്നേഹത്തിൽ വിദ്വേഷമുണ്ടാകത്തില്ല. സ്നേഹത്തിൽ എന്തില്ല? പിണക്കമില്ല, കയ്പില്ല, പിരിമുറുക്കങ്ങളില്ല. പ്രൈസ് ദി ലോർഡ്. സ്നേഹം സകലവും ക്ഷമിക്കുന്നു. ഇന്ന് ലോകത്തിൽ നാം നോക്കിയാൽ സഹോദരങ്ങൾ തമ്മിൽ ക്ഷമിക്കാൻ മനസ്സില്ല. സ്വന്തം സഹോദരിയും സ്വന്തം സഹോദരനുമായിരിക്കാം, സ്വന്തം സഹോദരിയും സ്വന്തം സഹോദരിയുമായിരിക്കാം, സ്വന്തം സഹോദരനും സ്വന്തം സഹോദരനുമായിരിക്കാം. അത് പാസ്റ്റർമാരായാലും കൊള്ളാം, വിശ്വാസികളായാലും കൊള്ളാം. ക്ഷമിക്കുവാൻ വല്ലാതെ മടി കാണിക്കുന്ന ഒരു തലമുറയിൽ നമ്മളായിരിക്കുന്നു. അവൻ എന്നോട് ഇങ്ങനെ ചെയ്തു, അതുകൊണ്ട് ഞാൻ അങ്ങനെയേ ചെയ്യത്തുള്ളൂ. അവൾ എന്നോട് ഇങ്ങനെ ചെയ്തു, അതുകൊണ്ട് ഞാൻ അങ്ങനെയേ ചെയ്യത്തുള്ളൂ. പ്രിയരെ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ, ദൈവസ്നേഹത്തിൽ ചെയ്യുവിൻ, ദൈവസ്നേഹത്തിൽ ചെയ്യുവിൻ. അഗാപ്പെ, ആ സ്നേഹമാണ് അഗാപ്പെ. അവിടെ ഉദ്ദേശിക്കുന്ന സ്നേഹമാണ് അഗാപ്പെ. അഗാപ്പെ എന്ന് പറയുന്നതാണ് ബെസ്റ്റ് ലവ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ സ്നേഹം അഗാപ്പെ. ഈ ലോകത്തിൽ
പല സ്നേഹങ്ങളുണ്ട്. സ്നേഹത്തിന് ഗ്രീക്കിൽ ഒരുപാട് വാക്കുകളുണ്ട്. ഇറോസ്, ഫീലിയോസ് തുടങ്ങി പല വാക്കുകൾ. സ്നേഹം, നമ്മൾ സ്നേഹമെന്ന് പറയും അല്ലേ, അല്ലെങ്കിൽ പ്രണയം, അങ്ങനെയൊക്കെ ചില വാക്കുകൾ ചിലപ്പോൾ ഉപയോഗിച്ചേക്കാം. നമ്മൾ എല്ലാത്തിനും സ്നേഹമെന്നാണ് പറയുന്നത്. പക്ഷേ ഗ്രീക്കിൽ അതിനൊക്കെ കാറ്റഗറൈസ് ചെയ്തിട്ടൊരു വാക്കുകളുണ്ട്. അതിലേറ്റവും ശ്രേഷ്ഠമായ ഒരു സ്നേഹമാണ് ദൈവസ്നേഹം അഥവാ അഗാപ്പെ. മാതാപിതാക്കൾ തമ്മിൽ സ്നേഹിക്കും. ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ സ്നേഹമുണ്ട്. അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും, മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ തമ്മിൽ ഒരു സ്നേഹബന്ധമുണ്ട് അല്ലെ. കമിതാക്കൾ തമ്മിൽ ഒരു സ്നേഹബന്ധമുണ്ട്. ഗുരു ശിഷ്യ ബന്ധം, സ്കൂളിൽ അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിൽ ഒരു സ്നേഹബന്ധമുണ്ട്. എന്നാൽ ഈ ബന്ധങ്ങളുടെ എല്ലാം പ്രത്യേകത കണ്ടീഷണൽ ലവ് എന്ന് പറയും. അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ടുണ്ട്. സഹോദരങ്ങൾ തമ്മിൽ ഒരു സ്നേഹമുണ്ട് അല്ലേ. സഹോദരനും സഹോദരിയും, കൂടപ്പിറപ്പുകൾ തമ്മിൽ ഒരു സ്നേഹമുണ്ട്. സുഹൃത്തുക്കൾ തമ്മിൽ ഒരു സ്നേഹമുണ്ട്. ആ സുഹൃത്തിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്തേ അവിടെ ആ സ്നേഹബന്ധം നിൽക്കും. അവൻ പ്രതീക്ഷിക്കുന്ന കാര്യം നിന്നിൽ നിന്നും ലഭിച്ചില്ലെങ്കിൽ ആ സ്നേഹബന്ധം അവിടെ നിൽക്കും. നിന്റെ രോഗക്കിടക്കയിൽ, നിന്റെ പ്രയാസത്തിൽ അവൻ നിന്നെ വിളിച്ചില്ല, നിന്റെ സ്നേഹബന്ധം അവിടെ തീർന്നു അല്ലേ. അവന്റെ പ്രയാസത്തിൽ നീ അവനെ വിളിച്ചില്ല, അവിടെ സ്നേഹബന്ധം തീർന്നു. പക്ഷെ കാൽവറിയിലേക്കൊന്ന് നോക്കിക്കേ, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നപ്പോൾ ദൈവം തൻ്റെ ഓമന കുമാരനെ, തൻ്റെ ഏകപുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. യോഹന്നാൻ 3:16 ഇങ്ങനെ വായിക്കുന്നു, എടുക്കണ്ട, അവിടെ ഇങ്ങനെ വായിക്കും, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ, റോമാലേഖനത്തിൽ വായിക്കുന്നു, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ, when we were sinners, നമ്മൾ പാപികളായിരുന്നപ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ തേടി വന്നു. Praise the Lord. അഗാപ്പെ ലവിന്റെ പ്രത്യേകത, ദൈവസ്നേഹത്തിന്റെ പ്രത്യേകത, ഞാൻ നേരത്തെ അണിനിരത്തിയ സ്നേഹത്തിനെല്ലാം കണ്ടീഷണലാണ്. ദൈവസ്നേഹത്തിന് വ്യവസ്ഥകളില്ല. മോനെ ഈ മൈനർ, വ്യവസ്ഥകളില്ല. അൺകണ്ടീഷണൽ ലവ്. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമ്മെ സ്നേഹിച്ചു. പ്രിയരെ, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമ്മെ സ്നേഹിച്ചു. അതുകൊണ്ട് ഈ പുതുവർഷ പുലരിയിൽ, ഈ പുതുവർഷത്തിൻ്റെ ഒന്നാമത്തെ ഞായറാഴ്ചയിൽ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോട് കൈമാറാനുള്ള സന്ദേശം, ഈ വർഷം നിങ്ങൾ ചെയ്യുന്നതെല്ലാം ദൈവസ്നേഹത്തിൽ ചെയ്യുവാൻ ശ്രമിച്ചാട്ടെ. നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവൻ. ദൈവസ്നേഹം നമ്മിൽ നിന്നും പുറപ്പെട്ടു വരട്ടെ. ദൈവസ്നേഹം നമ്മിൽ നിന്നും പ്രകടമാകട്ടെ. Choir, please come. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും
ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. അമ്മ എന്നെ മറന്നാലും ആ ജഗണങ്ങളെ എനിക്കായി കരുതിടുന്നു. എന്നെ ഓമനയായി കരുതുന്നു. അതിരുകളില്ലാത്ത സ്നേഹം. Oh, hallelujah, hallelujah. അളവുകൾ ഇല്ലാത്ത അപ്പാ, ദൈവസ്നേഹത്തിന് അളവുകളില്ലല്ലോ. ഏതൊരവസ്ഥയിലും ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് തിരുസന്നിധിയിലേക്ക് അടുത്തു വരുന്നു. അനുഗ്രഹിക്കപ്പെട്ട പുതുവർഷം കർത്താവ് ഞങ്ങൾക്ക് ദാനമായി തന്നല്ലോ. അവിടുത്തെ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് തന്ന നല്ല വചനത്തിനായി സ്തോത്രം. കർത്താവേ, ദൈവസ്നേഹത്തിന് മാത്രം വ്യവസ്ഥകളില്ല. പാപികളായിരുന്നപ്പോൾ ഞങ്ങളെ സ്നേഹിച്ചല്ലോ. ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പകലിൽ ഞങ്ങളെ അനുഗ്രഹിക്കണം. ഈ വചനം കേട്ട പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണം. സ്നേഹം നഷ്ടപ്പെട്ട് സ്നേഹത്തിനായി ദാഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ചതിക്കുഴിയിലും ചെന്നകപ്പെടാതെ ആ ദൈവസ്നേഹത്തിൽ എത്തിപ്പെടുവാൻ നിന്റെ ജനത്തിന് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിമിഷങ്ങളിലും ഉണർന്ന് അരക്കെട്ടി ഞങ്ങളുടെ വിളക്ക് കത്തിയിരിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വരവിനായി ഒരുങ്ങി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ശക്തിപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണം. ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരുമായി നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ആത്മിക നിലവാരങ്ങളിൽ ഒരു വർധനവുണ്ടാകുവാൻ ഞങ്ങൾക്ക് കൃപ തരണം. സമാധാനത്തോടെ ഞങ്ങളെ മടക്കി അയക്കണം. സകല മഹത്വം എൻ്റെ കർത്താവിന് യേശുക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനാം യേശുക്രിസ്തുവിൻ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മയും കാവലും സഹവാസവും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച ഓരോ വിഷയത്തോടും കൂടെ ഇന്ന് മുതൽ എന്നേക്കും കർത്താവിന്റെ വരവരേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് ജയം തന്ന കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. സമാധാനത്തോടെ നമുക്ക് പിരിയാം. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതുവർഷം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.